കണ്ണിമാങ്ങ അച്ചാർ ചെറിയ കടുമാങ്ങ വെച്ച് സീസണലായിട്ട് നമ്മൾ ഇടുന്ന ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 1-2 വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇതുപോലെ ചെറിയ കണ്ണിമാങ്ങ ഇടാനുള്ള മാങ്ങ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കിട്ടുന്നത്. അതിൻ്റെ ഞെട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നമ്മൾ വെച്ചിട്ട് വേണം മുറിക്കാനായിട്ട്. ചില മാങ്ങകൾ കിട്ടുന്നതിൽ ഞെട്ട് കാണത്തില്ല. ഞെട്ടുള്ള മാങ്ങയിൽ ആ ഞെട്ട് അതുപോലെ തന്നെ വെച്ചിരിക്കണം. നന്നായിട്ട് കഴുകി ഒരു തോർത്തിൽ ഇതുപോലെ ഉണക്കാനായിട്ട് വെക്കുക. മാങ്ങയിൽ ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളമയം ഇല്ലാതെ ഇടുകയാണെങ്കിൽ മാത്രമേ അത് ഈട് നിൽക്കത്തുള്ളൂ. ഏകദേശം 600 ഗ്രാം മാങ്ങയാണ് മേടിച്ചത്. ഇപ്പോൾ അളന്ന് നോക്കുകയാണെങ്കിൽ 250 ml മെഷറിംഗ് കപ്പിൽ 3.25 കപ്പോളം മാങ്ങ ഉണ്ട്. ഇതിനായിട്ട് 1/3 കപ്പ് ഉപ്പാണ്, കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 2.5 കപ്പ് അല്ലെങ്കിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. മാങ്ങ നല്ലോണം ഉണങ്ങിയതിന് ശേഷം അതൊരു ചില്ല് പാത്രത്തിലോ കുപ്പിയിലോ അല്ല ഭരണിയിലോ മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ആ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച ഉപ്പുവെള്ളം അരിച്ച് മാങ്ങയിലോട്ട് ഒഴിക്കുക. എന്നിട്ടൊരു കോട്ടൺ തുണി വെച്ച് ആ കുപ്പിയാണെങ്കിലും ഭരണിയാണെങ്കിലും ഇതുപോലെ പാത്രമാണെങ്കിലും നന്നായിട്ട് ഇതുപോലൊരു കയറ് വെച്ചോ തുണിയുടെ കഷ്ണം വെച്ചോ കെട്ടി ഒരടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. 1-2 ആഴ്ച മാറ്റി വെച്ച് എന്നും ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പം മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി അത് നന്നായിട്ട് ചുരുങ്ങി കിട്ടിക്കാണും. അതിൻ്റെ നിറവും നന്നായിട്ട് മാറി വെള്ളത്തിൻ്റെ അംശവും കൂടിക്കാണും. ഇപ്രാവശ്യം കിട്ടിയ മാങ്ങയിൽ ചെറിയ ചില മാങ്ങകൾ നന്നായിട്ട് ചുരുങ്ങിയിട്ടില്ല. ഇതിവിടെ മസ്കറ്റിൽ ആണ് ഈ മാങ്ങകൾ കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം. സാധാരണ നന്നായിട്ട് ചുരുങ്ങി കിട്ടുന്നതാണ്. ചുരുങ്ങിയില്ലെങ്കിലും നന്നായിട്ട് ഉപ്പ് കയറിയിട്ടുണ്ട്. ഇതുപോലെ മാങ്ങ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുമ്പം ആ മാങ്ങകൾ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഈച്ചയും അതൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കുക. ആ മാങ്ങയിൽ ഈച്ച വന്ന് ഇരിക്കാൻ പാടില്ല. ഈ അച്ചാർ അമ്മൂമ്മ വർഷങ്ങളോളം ഇട്ടിരുന്ന ഈ റെസിപ്പിയാണ്. ഇപ്പം അമ്മൂമ്മ പറയാറുള്ളത് അങ്ങനെ വന്ന് ഇരിക്കുകയാണെങ്കിൽ അതിൽ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അച്ചാർ എളുപ്പം കേടായി പോവും. അതുകൊണ്ടാണ് അടച്ചു വെക്കണമെന്ന് പറയുന്നത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളം നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ച് വെക്കുക. ഒരു 1/4 കപ്പ് എണ്ണയും കൂടെ നന്നായിട്ട് ചൂടാക്കി വെക്കുക. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി അച്ചാർ ഇടാനായിട്ട് ഒരു 3 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഉലുവാപ്പൊടിയും, മുളക് 3 ടീസ്പൂൺ കാശ്മീരി മുളകും അല്ലാതെ 3 ടീസ്പൂൺ എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കടുകും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയുടെ 3-4 ടീസ്പൂണും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് പൊടിക്കുക. അപ്പോൾ കടുക് നല്ലോണം പൊടിഞ്ഞ് കിട്ടും. പൊടിഞ്ഞതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഉപ്പുവെള്ളം കൊണ്ട് തന്നെ മുളക് പൊടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേറെ വെള്ളം ഒഴിക്കരുത്. നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഉപ്പുവെള്ളം വെച്ച് തന്നെ മുളക് പൊടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറും അതേ ഉപ്പുവെള്ളം കൊണ്ട് തന്നെ കഴുകിയെടുക്കുക. അല്ലാതെ സാധാരണ വെള്ളം ഒഴിച്ച് ഇനി ആ ജാറ് കഴുകിയെടുക്കരുത്. അച്ചാറിടാനായിട്ടുള്ള 3-4 ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മളിതുപോലെ എടുത്തിരിക്കുന്ന പാത്രങ്ങളാണെങ്കിലും തവിയാണെങ്കിലും നല്ലോണം ഉണങ്ങിയ തവിയായിരിക്കണം. വെള്ളമയം പാടില്ല. അതുപോലെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇടുന്ന അച്ചാർ 1 വർഷത്തിൻ്റെ മുകളിലും സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും. കേടുകൂടാതെ ഇരിക്കും. നമ്മൾ എടുക്കുമ്പോഴും സൂക്ഷിച്ചെടുക്കണം. അച്ചാർ കുപ്പിയിൽ നിന്നും ആ ബൾക്കായിട്ടിരിക്കുന്നതിന് തന്നെ സ്പൂണ് കൊണ്ട് എടുക്കരുത്. അതുപോലത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇപ്പം നന്നായിട്ട് മുളക് പൊടിയും എല്ലാം യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചിരുന്ന മാങ്ങ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക. നല്ല ചാറോട് കൂടിയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കൊഴുത്ത ചാറാണ്. ഇതിപ്പം ശകലം കൂടെ ചാറ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കുമ്പം കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച്
ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. കാണുമ്പോൾ അറിയാം, നല്ല തിക്കായിട്ടുള്ള ചാറോട് കൂടിയ കണ്ണിമാങ്ങ അച്ചാറാണ്. ഇത് കുപ്പി ഗ്ലാസ്സിലോ ഭരണിയിലോ നമുക്ക് മാറ്റി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന, തണുപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ലെണ്ണ അതിൻ്റെ മുകളിൽ വേണം ഒഴിക്കാനായിട്ട്. നല്ലെണ്ണ ചൂടാക്കുമ്പോൾ നന്നായിട്ട് പുക വരുന്ന ആ രീതിക്ക് ചൂടാക്കിയിട്ട് വേണം തണുപ്പിക്കാനായിട്ട്. ഇതുപോലെ കുപ്പിയുടെ മുകളിൽ എണ്ണയുടെ ആ ഒരു ലെയർ ഇരിക്കുന്നത് പോലെ ഒഴിക്കുക. ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് ശകലം മാങ്ങ മാറ്റി അതിലും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഇട്ട കണ്ണിമാങ്ങയാണ്. എൻ്റെ ബാക്കി ഒരു ശകലം ഒരു ചെറിയ കുപ്പിയിൽ ബാക്കിയുള്ളതാണ്. കഴിഞ്ഞ വർഷം കിട്ടിയ മാങ്ങ ഇപ്പോഴും അച്ചാർ നല്ലോണം ഇരിപ്പുണ്ട്. ആ മാങ്ങ നല്ലോണം ചുരുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ ഒരു തുണി വെച്ച് അടച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാം. ഒരു മാസം കഴിഞ്ഞ് ഈ തുണി മാറ്റിയിട്ട് ഈ കുപ്പി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1.5 വർഷത്തോളം ഈ അച്ചാർ കേടുകൂടാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ട്രഡീഷണലായിട്ട് ഇടുന്ന ഈ അച്ചാർ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.